സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോയ ശേഷം കൂടുതൽ ഒപ്പം തന്നെ നമുക്ക് വിവരങ്ങൾ നൽകണം പ്രജീഷ്. തീർച്ചയായും അതിന്റെ ദൃശ്യങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചലനങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് അറിയിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഓഡിയോ കൂടി ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. ദൃശ്യങ്ങൾക്കൊപ്പം സരിതയുടെ മൊഴി സംബന്ധിച്ച കാര്യങ്ങൾ, കോടതിയിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് അതാത് നിമിഷം തുടർചലനങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ സരിതയെ കാണാൻ വന്ന പ്രദീപ് സംസാരിച്ചതിന്റെ കാര്യങ്ങളാണ് സരിത ഇപ്പോൾ മൊഴിയായി. ഒരുപക്ഷെ ഇത് വിശദമായാണ് സരിത നൽകുന്നതെന്ന് തോന്നുന്നു. കാരണം അപ്ഡേറ്റുകൾ ഇതാ വരുന്നതേയുള്ളൂ. നമ്മൾ കാത്തിരിക്കുകയാണ്. ഉമേഷിൽ നിന്ന് ചലനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രദീപ് എന്താണ് സംസാരിച്ചത് എന്നതിനെ കുറിച്ചാണ് സരിത ഇപ്പോൾ സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ തുടങ്ങി ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ PA എത്തി തുടങ്ങുന്നു. കോൺഗ്രസ് UDFന്റെ ഭാഗമാണ് പരാതിയുമായി മുന്നോട്ട്, കോൺഗ്രസ് B UDFന്റെ ഭാഗമാണ് പരാതിയുമായി മുന്നോട്ട് പോയാൽ അത് ദോഷം ചെയ്യുമെന്നും മറ്റു പാർട്ടിക്കാർ ഭരണത്തിൽ വന്നാൽ ഇനിയും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും പ്രദീപ് പറഞ്ഞതായാണ്. പ്രജീഷ്, വളരെ കൃത്യമാണ്. പ്രദീപ് പറഞ്ഞതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. സരിതയോട് പ്രദീപ് പറഞ്ഞത് കേരള കോൺഗ്രസ് B UDFന്റെ ഭാഗമാണ്, പരാതിയുമായി മുന്നോട്ട് പോയാൽ അത് ദോഷം ചെയ്യും, മറ്റു പാർട്ടിക്കാർ ഭരണത്തിൽ വന്നാൽ, അതായത് അപ്പോൾ LDF അധികാരത്തിൽ വന്നാൽ ഇനിയും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പ്രദീപ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രദീപിലെയാണ് ഒരു സ്വാധീനം എന്നുള്ളത് വളരെ വളരെ വ്യക്തമാകുന്നു. അത്തരത്തിൽ വളരെ കൃത്യമായ കാര്യങ്ങളാണ് കമ്മീഷൻ ഭാഗമായിരുന്നു. എന്തായാലും അതൊരു സ്വാധീനമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരുന്നു. UDFന്റെ വളരെ ശക്തമായി UDFനൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. KB ഗണേഷ് കുമാർ ഉള്ള സമയമാണ്, മന്ത്രിസഭയിലുള്ള ആ സമയമൊക്കെയാണ് ഈ വരുന്നത്. വളരെ നിർണായകമായ ബന്ധം UDFനും കേരള കോൺഗ്രസ് Bക്കുമുള്ള സമയമാണ്. രാജീവ് എന്തായാലും നമ്മൾ വളരെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഉള്ള ഒരുപക്ഷെ ഹാഫ് സ്ക്രീനിൽ ഇതിന്റെ അപ്ഡേറ്റുകൾ കൊടുക്കണം എന്നാണ് കഴിയുന്നതാണ്. ഒരു ഇടവേള നമുക്ക് അനിവാര്യമായി. ഇടവേളയിലേക്ക് ഇപ്പോൾ പോകുന്നത് ശരിയാകില്ല പ്രതീക്ഷ. ഇനിയും വരുന്നു, വഴങ്ങാത്തതിനാൽ പറഞ്ഞു. വളരെ കൃത്യമായ വളരെ നിർണായകമായ ഒരു വിവരം നമുക്ക് വരുന്നു. അത് ഹാഫ് സ്ക്രീനിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. PCR നിന്ന് വഴങ്ങാതിരുന്നപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ജയിലിൽ വന്നതെന്ന് ഗണേഷിന്റെ PA പ്രദീപ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ജയിലിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നഷ്ടം പരിഹരിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ. ഇവിടെയും വീണ്ടും മുഖ്യമന്ത്രി രംഗത്തേക്ക് വരുന്നു. അതായത് ഗ്ലിഫോസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രി രംഗത്തേക്ക് വരുന്ന വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നഷ്ടം പരിഹരിക്കാമെന്ന വാഗ്ദാനം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ നിർണായകമാണ് ഈ മൊഴി. നഷ്ടം പരിഹരിക്കാൻ എങ്ങനെയാണ് നഷ്ടം പരിഹരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് കേൾക്കാൻ ഉള്ളത്. വളരെ നിർണായകം തന്നെ എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയുന്നു. PCR ശ്രദ്ധയ്ക്ക് ഹാഫ് സ്ക്രീൻ ഇടണം. ഒരുപക്ഷെ വളരെ സ്വാധീനം, കേസ് അട്ടിമറിക്കാൻ നടന്ന സ്വാധീനങ്ങൾ, ഇടപെടലുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സരിത കോടതി മുറിയിൽ കമ്മീഷൻ മുൻപാകെ പറയുന്നത്. രാജീവ്, അങ്ങനെ തന്നെ വേണം വ്യാഖ്യാനിക്കേണ്ടി വരിക. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ദൂതനായി ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് എത്തി എന്ന് പറയുന്നു. വളരെ ഇതാ തമ്പാനൂർ രവി വീണ്ടും ചിത്രത്തിലേക്ക് വരുന്നു. പ്രജീഷ്, ഇതിന്റെ ഉറപ്പിലേക്ക് അമ്മയോട് മുഖ്യമന്ത്രി ബെന്നി ബെഹന്നാൻ, തമ്പാനൂർ രവി എന്നിവർ സംസാരിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഇടതും വലതുമായ രണ്ട് വ്യക്തികൾ, ബെന്നി ബെഹന്നാനും തമ്പാനൂർ രവിയും. ഈ തമ്പാനൂർ രവിയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മൊഴി നൽകണം എന്ന രീതിയിൽ സരിതയോട് ടെലിഫോണിലൂടെ അഭ്യർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഉപദേശിക്കുന്ന, അല്ലെങ്കിൽ അമ്മയ്ക്ക് നൽകുന്ന ഉറപ്പാണത്. നഷ്ടം പരിഹരിക്കാം, മറ്റ് ഏത് പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഇനിയും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി പ്രദീപ് അറിയിക്കുന്നു. ഇതിന്റെ ഉറപ്പിലേക്കായി അമ്മയോട് മുഖ്യമന്ത്രി ബെന്നി ബെഹന്നാൻ, തമ്പാനൂർ രവി എന്നിവർ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വളരെ നിർണായകമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ എങ്ങോട്ടും പോകരുത്. DYFIയുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ എറണാകുളത്ത് സോളാർ കമ്മീഷന്റെ മൊഴിയെടുപ്പ് മുറിയിൽ സരിത ഇങ്ങനെ രാഷ്ട്രീയ ബോംബുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ്. രാജീവ്, സ്വാധീനം നടത്തി, ഇടപെടൽ നടത്തി എന്നതിന്റെ തെളിവുകളാണ്. കാരണം കേസ് അട്ടിമറിക്കാൻ നടന്നതിന്റെ തെളിവുകൾ. അവിടെ അന്ന് UDFന്റെ ഭാഗമാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് PA പ്രദീപ് കോടതിയിലേക്ക് എത്തുന്നു. അതിന്റെ വ്യക്തമായ കാര്യങ്ങളിലേക്ക് പോയാൽ സരിതയുടെ മറുപടി കൂടി വന്നിരിക്കുന്ന, ഇത്രയും നാൾ പണം തരാത്തവരാണോ കേസും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചത് എന്ന് താൻ ചോദിച്ചു. ഇത്രയും നാൾ പണം തരാത്തവരാണോ കേസും പ്രശ്നങ്ങളും? അതായത് ഇത്രയും നാൾ പണം തരാത്ത ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, ബെന്നി ബെഹന്നാൻ, തമ്പാനൂർ രവി എന്നിവർ ഇത്രയും നാൾ പണം തരാത്തവരാണോ കേസും
പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്ന് സരിത എന്ന സാധാരണ സ്ത്രീ സോളാർ കമ്പനിയിലെ ഉദ്യോഗസ്ഥ ചോദിക്കുന്നു. യെസ്, അതിനുശേഷവും ഒരുപക്ഷെ സ്വാധീനങ്ങൾ വരുന്നു, ഇടപെടലുകൾ വരുന്നു. അക്കാര്യങ്ങൾ കൂടി വളരെ വിവാദമായ സാഹചര്യങ്ങൾ കൂടി സരിത മറുപടി പറയുമോ, സരിത മൊഴി നൽകുമോ എന്ന് കേരളം കാതോർക്കുകയാണ്. ഇത് ഒരുപക്ഷെ 10-11 മണിക്ക് നടത്തിയ മൊഴികൾ അതിൻ്റെ പൂർണ്ണരൂപങ്ങളിലേക്ക് പരിശോധിച്ചാൽ വളരെ പ്രസക്തമാകുന്ന കാര്യങ്ങൾ രാജീവ്. വളരെ പ്രസക്തമായ കാര്യങ്ങൾ എല്ലാ സമയത്തും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് പോലെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച വെറും വ്യക്തിപരമായ കാര്യങ്ങളല്ല എന്ന് വെളിപ്പെട്ടിരിക്കുന്നു. ബിസിനസ് കാര്യങ്ങളുണ്ട്, അത് താൻ പിന്നീട് രേഖകൾ വെച്ച് പറയും എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നടന്ന പ്രധാനപ്പെട്ട അട്ടിമറി നടന്നത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് NV രാജുവിൻ്റെ കോടതിയിലാണ്. കോടതിയിൽ മുഖ്യമന്ത്രിയുടെ പേര് 2013 തന്നെ വ്യക്തമാക്കിയെങ്കിലും ആ പരാതി ആ മൊഴി എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ എഴുതിയെടുത്തത് ഔദ്യോഗികമാക്കാൻ NV രാജു തയ്യാറായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് NV രാജു പറഞ്ഞത് പരാതിയായി എഴുതി നൽകാനാണ്. അതിനുശേഷം APP നേരം വൈകി വന്നപ്പോൾ ക്ഷമ ചോദിച്ചപ്പോൾ നേരം വൈകി വന്ന് നന്നായി എന്ന ഒരു പ്രസ്താവന കൂടി NV രാജുവിൽ നിന്നുണ്ടായി എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് മറ്റാരും പറയുന്നതല്ല, ഗണേഷിനോടും ബാലകൃഷ്ണപിള്ളയോടും പറഞ്ഞതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒളിച്ചോടാനാവില്ലല്ലോ. അമ്മയെ മുഖ്യമന്ത്രി വിളിച്ചുവെന്ന് അമ്മ സമ്മതിച്ചു. അമ്മയെ മുഖ്യമന്ത്രി വിളിച്ചുവെന്ന് അമ്മ സമ്മതിച്ചിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യെസ്, വളരെ ഒരുപക്ഷെ കേരളം കാതോർത്ത ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയെങ്കിൽ ഇന്നുകൂടി അതിന്റെ തുടർചലനങ്ങൾ കമ്മീഷന് മുൻപാകെ വ്യക്തമാക്കപ്പെടുന്നു. സരിത അത്തരം കാര്യങ്ങൾ അതായത് ഒരു കുറ്റവാളി സോളാർ കേസിലെ പ്രതി എന്ന് ഉമ്മൻചാണ്ടിയുടെ പോലീസ് തന്നെ പിടിച്ച ആ പ്രതി ജയിലിൽ കിടക്കാനുള്ള ആ പ്രതിയുടെ അമ്മയെ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുന്നു എന്ന നിർണായകമായ വെളിപ്പെടുത്തലാണ് സരിത എസ് നായർ സോളാർ കമ്മീഷന് മുമ്പിൽ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് മറ്റൊന്ന് കൂടി വന്നിട്ടുണ്ട് രാജീവ്. അതെ, ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും ഫെനിയുടെ ഫോണിൽ അമ്മയെ 3 തവണ വിളിച്ചു. വളരെ നിർണായകം. ഈ തമ്പാനൂർ രവി മുഖ്യമന്ത്രിക്ക് വേണ്ടി അന്ന് തുടങ്ങിയ പരിപാടിയാണ് ഈ വിളിക്കൽ. സരിതയെയും സരിതയുടെ അമ്മയെയും സരിതയോട് അടുത്ത് നിൽക്കുന്നവരെയും വിളിക്കൽ എന്ന് കൃത്യമായി തന്നെ സരിത റെക്കോർഡ് ചെയ്യുന്നു. അതായത് തന്നെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു സരിത എന്ന തമ്പാനൂർ രവിയുടെ വാദഗതികൾ ഒരുപക്ഷെ ഖണ്ഡിക്കപ്പെടുന്നു. അത് മാത്രമല്ല, അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ പോലും പ്രജീഷ് വേറൊരു കാര്യം കൂടിയുണ്ട്. തമ്പാനൂർ രവിയുടെ ഭാഷയിൽ ഇന്നലെ മോളെ എന്നാണ് വിളിച്ചത്. 2013 മുതൽ വിളിച്ച് മോളായിയതാണ് മുൻകാല ബന്ധങ്ങൾ കൂടി ഒരുപക്ഷെ നമുക്ക് ആ മോൾവിളിയിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. ഒപ്പം തന്നെ ഫെനിയുടെ ഫോണിൽ അമ്മയെ 3 തവണ വിളിച്ചു. വാങ്ങിയ പണം തരാമെന്ന് അവർ പറഞ്ഞു. അതായത് കൃത്യമായി തന്നെ വാങ്ങിയ പണം തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി. വ്യക്തമായ ഡീലിംഗിന്റെ കൂടുതൽ സ്ഥിരീകരണങ്ങൾ സരിത സോളാർ കമ്മീഷന് മുൻപാകെ നടത്തിയിരിക്കുന്നു. സോളാർ അട്ടിമറിയുടെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ സരിതയിലൂടെ പുറത്തു വരുന്നു. രാജീവ്, തുടരാം. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയുമാണ് മുഖ്യമന്ത്രിക്കായി ഇടനിലക്കാരായത്. അതിൽ ഇക്കാര്യങ്ങൾ ഇവിടെ പോയി സംസാരിച്ചത്, ജയിലിൽ പോയി സംസാരിച്ചത് സരിതയുടെ അമ്മയും ഗണേഷ് കുമാറിൻ്റെ PA പ്രദീപുമാണ്. വളരെ നിർണായകമായ, അന്നൊക്കെ മാധ്യമങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ ചീത്ത വിളിക്കുകയും അന്നൊക്കെ സരിതയോട് ചോദിക്കുമ്പോൾ സരിത മൗനം പാലിക്കുകയും ചെയ്ത സംഭവവികാസങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി സോളാർ കമ്മീഷന് മുമ്പാകെ സരിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രദീപ് 40 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം കത്ത് 4 പേജാക്കി ചുരുക്കി. വളരെ നിർണായകമായത് 30 പേജുള്ള സരിതയുടെ കത്ത് എങ്ങനെയാണ് 4 പേജാകുന്നത് എന്ന കഥയാണ് ഇപ്പോൾ കേൾക്കുന്നത്. വളരെ നിർണായകം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. വളരെ നിർണായകം തന്നെ എന്ന് പറയേണ്ടി വരും. പ്രദീപ് 40 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം കത്ത് 4 പേജാക്കി കൊടുത്തു. അട്ടിമറിയുടെ ഏറ്റവും, അതായത് ഈ 30 പേജുകളുള്ള കത്തിലെ പ്രധാനപ്പെട്ട പേരുകളെല്ലാം മാഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ മാഞ്ഞു. പരാതിന്മേലുള്ള തുടർ നടപടി എന്തായി എന്നറിയില്ല എന്ന് പറയുന്നു. ആ കത്തിന്റെ പേരിൽ ആ കത്തിന്റെ മുകളിൽ പിന്നെ എന്ത് നടപടി ഉണ്ടായെന്ന് സരിതയ്ക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് 30 പേജ് 4 പേജായ മാജിക്, ആ മാജിക് എങ്ങനെയുണ്ടായി എന്ന കൃത്യമായ കാര്യങ്ങൾ, അട്ടക്കുളങ്ങര വനിതാ സെൻട്രൽ ജയിലിൽ സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായി പറയുന്നത് പോലീസിനെ അയക്കുന്നു, ജയിൽ DIG അയക്കുന്നു, ഗോപകുമാറിനെ അയക്കുന്നു, സരിതയെ കാണിക്കുന്നു. അതിനുശേഷം അമ്മയെയും പ്രദീപിനെയും കാണിക്കുന്നു. അത് ഈ അമ്മയും പ്രദീപുമായി ചുരുങ്ങാൻ കാരണം സരിത മറ്റുള്ളവരെ കാണാൻ വിസമ്മതിച്ചതിനാലാണ്. അമ്മയെയും പ്രദീപിനെയും അയക്കുന്നു. മുഖ്യമന്ത്രി അമ്മയെ വിളിച്ചിട്ടുണ്ട്. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും അമ്മയുമായി സംസാരിച്ചിട്ടുണ്ട്. പണം തിരിച്ചു തരും. അതായത് 1,90,00,000 രൂപയും മുഖ്യമന്ത്രിയിൽ നിന്നുള്ളത്, ബാക്കി 40 ലക്ഷം ആര്യാടന് നൽകിയതും 3 ലക്ഷം വീതം മറ്റു മന്ത്രിമാർക്ക് നൽകിയതും ഒക്കെ തന്നെ തിരിച്ചു നൽകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എങ്കിൽ പോലും പണം നൽകാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു സരിത ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്
സാമ്പത്തിക അഴിമതിയെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഒരുപക്ഷെ അവിടെ വലിയൊരു വൈരുദ്ധ്യം സാമ്പത്തിക അഴിമതി സംബന്ധിച്ചുള്ള യാതൊരു രീതിയിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വിചിത്രമായ കാര്യം. അതുകൂടി സരിത കമ്മീഷൻ മുൻപാകെ പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാ തന്റെ മൊഴിമാറ്റത്തെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടായി. സരിത മൊഴി നൽകുകയാണ്, മൊഴി നൽകൽ തുടരുകയാണ്. പരാതിന്മേലുള്ള തുടർ നടപടികൾ എന്തായി എന്നറിയില്ല. എന്നാൽ തന്റെ മൊഴിമാറ്റത്തെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ് എന്ന് തനിക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത്. കോടികളുടെ കച്ചവടം ആരോപിച്ചിരിക്കുന്നു എന്ന് സരിത പറയും. സരിതയ്ക്ക് പൈസ കിട്ടിയോ ഇല്ലയോ എന്നാണ് പ്രേക്ഷകർ ഇനി ആകാംക്ഷയോട് കാത്തിരിക്കേണ്ടത്. സരിതയെ പറ്റിച്ചോ എന്നാണ് ഇനി നോക്കേണ്ടത്. സരിതയുടെ മൊഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയം നമ്മുടെ പ്രതിനിധി ഉമേഷ് അവിടെ നിന്ന് നമ്മൾക്ക് വിവരങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ പ്രേക്ഷകരിലേക്ക് പീപ്പിൾ TV അത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടികളുടെ വാക്ക് പറഞ്ഞതല്ലാതെ ഒന്നും പാലിക്കപ്പെട്ടില്ല. സരിത ഇത് ആദ്യമായി തനിക്ക് പണം കിട്ടിയിട്ടില്ല എന്ന കാര്യം സോളാർ കമ്മീഷനിൽ മൊഴി നൽകുന്നു. അതായത് താൻ അങ്ങോട്ട് കൊടുത്തു, കൈക്കൂലിയായി നൽകിയ കാശ് പോലും തിരിച്ചു തരാനുള്ള മാന്യത മുഖ്യമന്ത്രിയിൽ നിന്നോ മറ്റോ മന്ത്രിമാരിൽ നിന്നോ ഉണ്ടായില്ല എന്ന് സരിത എസ് നായർ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകുകയാണ്. വളരെ നിർണായകമായ വിവരങ്ങളാണ്. എങ്ങനെയാണ് എറണാകുളം കോടതിയിൽ സരിതയുടെ മൊഴി അട്ടിമറിക്കപ്പെട്ടത് എന്ന് കൃത്യമായി വിവരങ്ങൾ. അതായത് ഒരുപക്ഷെ പലതവണ ആര്യാടൻ മുഹമ്മദിനോട് പോലും നൽകിയ പണം സംബന്ധിച്ച് കാര്യങ്ങൾ ഇടനിലക്കാരെ വെച്ചടക്കം ചോദിച്ചിട്ടുകൂടി തിരികെ നൽകുന്നില്ല, തന്നെ സാമ്പത്തികമായി അടക്കം പറ്റിച്ചു എന്നതിന്റെ വ്യക്തത സരിത തന്നെ കമ്മീഷൻ മുൻപാകെ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ ചലനങ്ങൾ, കഥ പോലെ സരിത പറയുന്ന ഓരോ വാചകങ്ങളും അതേപടി പീപ്പിൾ സ്റ്റുഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടുന്നു. രാജീവ് തുടരാം. എന്തായാലും ഒരു കാര്യം ഇവിടെ പറയുന്നത്, സരിത തനിക്ക് പണം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. 2 കൊല്ലം പണത്തിന് വേണ്ടി കാത്തിരുന്നു. ആ പണം കിട്ടാത്തത് കൊണ്ടാണ് താൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ജയിലിലായിരുന്നപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ബെന്നിയും തമ്പാനൂർ രവിയുമായും സംസാരിക്കാറുണ്ടായിരുന്നു. ജയിലിലായിരുന്നപ്പോൾ ബെന്നിയും തമ്പാനൂർ രവിയുമായി സംസാരിക്കാറുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധാലുക്കളായിരുന്നു ബെന്നി ബെഹന്നാനും തമ്പാനൂർ രവിയുമെന്ന് ബോധ്യപ്പെടുന്ന ഒരു പ്രസ്താവനയാണ് വരുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോളാർ കമ്മീഷനിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തമ്പാനൂർ രവിയുടെ ഇടപെടൽ സംബന്ധിച്ച് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ അടക്കം വലിയ നിഷേധക്കുറിപ്പും അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളെ ഏറ്റുവാങ്ങി പ്രതികരിക്കുമ്പോഴും ഇപ്പോൾ സരിത വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നു. മുൻപുള്ള ബന്ധം, ഒരുപക്ഷെ മോളെ എന്ന പേര് വിളിച്ചുകൊണ്ട് കേരളം കഴിഞ്ഞ ദിവസം ശ്രമിച്ചതിന്റെ പശ്ചാത്തലം കൂടി സരിതയുടെ വാക്കുകൾ കൂടി എന്ത് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം. രാജീവ് പുതുതായി ചേർത്ത് വയ്ക്കാൻ എങ്ങനെയുണ്ട് സരിതയുടെ മൊഴി? ഇതുവരെ വളരെ ചുരുങ്ങിയ വാക്കുകൾ, മൊഴി കൂടുതൽ വരുന്നുണ്ട്. അല്ല, ഇത് നമുക്ക് നേരത്തെ ചർച്ച ചെയ്ത കാര്യമുണ്ട്. ഒരു നിയമ സംവിധാനത്തെ എങ്ങനെ അട്ടിമറിക്കാം, ഒരു നിയമവാഴ്ചയെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ ഈ സംഭവം. തീർച്ചയായും ഒരു കാര്യം കൂടി പറയുന്നു. ഓരോ ആരോപണം വരുമ്പോഴും എങ്ങനെ പ്രതികരിക്കണമെന്ന് അവർ പറയാറുണ്ടായിരുന്നു. അതായത് സരിതയുടെ ട്യൂഷൻ മാഷൻ ആയിരുന്നു ബെന്നി ബെഹന്നാനും തമ്പാനൂർ രവിയും എന്നാണ് സോളാർ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ സരിത മൊഴി നൽകിയിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കണം എന്ന് കൃത്യമായി ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുന്ന 2 പേർ, മുഖ്യമന്ത്രിയുടെ വലതും ഇടതും എന്ന് പറയുന്ന 2 പേർ, എ ഗ്രൂപ്പിന്റെ സമുന്നതരായ നേതാക്കൾ ബെന്നി ബെഹന്നാനും തമ്പാനൂർ രവിയും ഇവർ ഇത്തരത്തിൽ പറയുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ശ്രീ വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ വളരെ അടുത്ത നേതാക്കളിൽ ഒരാളാണല്ലോ താങ്കൾ കൂടിയും. കാരണം താങ്കൾ എന്തായാലും ആ അർത്ഥത്തിൽ താങ്കൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഈ കാര്യങ്ങളെ വ്യക്തതയോടുകൂടിയാണ് സരിത പറയുന്നത്? അത്ര അങ്ങ് തള്ളിക്കളയാൻ കഴിയുമോ? വസ്തുതകളെ അത്ര പെട്ടെന്ന് മറച്ചു വെക്കാൻ കഴിയുമോ? ഒന്നിത് വസ്തുതകളല്ല, പ്രജീഷ് പറഞ്ഞതുപോലെ ഒരു കഥ പോലെ എന്നല്ല, ഇതൊരു കെട്ടുകഥയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ പറയാൻ അവസരമുണ്ടായിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ 10% പറഞ്ഞിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉച്ചയ്ക്ക് പറഞ്ഞിട്ട് ഏറ്റവും പുതിയ ഫെബ്രുവരി 21 ശേഷം ഇവർ 2 പേരുമായും നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ നല്ലൊരു പങ്കും ഇതായിരുന്നു. ആ ഫോൺ സംഭാഷണങ്ങളുടെ രേഖ നമുക്ക് പെരുമ്പാവൂർ പോലീസ് റിസീവ്ഡ് കുറച്ച് രേഖകൾ നമുക്കായിട്ട് വരുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് നൽകാവുന്നതാണ്. എന്തായാലും 2014 ഫെബ്രുവരി 21 ശേഷം ഇവർ 2 പേരുമായും നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ നല്ലൊരു പങ്കും ഇതായിരുന്നു എന്ന് സരിത കൃത്യമായി പറയുകയാണ്. ഒരു പക്ഷേ നമുക്ക് ചർച്ചയിലേക്ക് പോകുന്നത് സരിതയുടെ ഈ മൊഴിയെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കാമെന്ന് തോന്നുന്നു. രാജീവ്, ഈ വിശദാംശങ്ങൾ ഈ ഫോൺ രേഖയിലൂടെ വരുന്നത് അതിന്റെ വ്യക്തത കുറച്ചുകൂടി ഫോൺ രേഖ ഒരു പക്ഷേ ഫോൺ രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ ഫോൺ രേഖയല്ല പ്രജീഷ്, ഇത് സരിത എസ് നായർ ചെന്നൈയിലേക്ക് കൊച്ചിയിൽ നിന്ന് പോയതിന്റെ രേഖകളാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വാർത്ത ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നമുക്ക് ഒരു പക്ഷേ PCR നിന്ന് ഷാജിയെ വിളിച്ചാൽ അത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു രേഖ നമ്മുടെ ശേഖരത്തിലേക്ക് വന്നിട്ടുണ്ട്.
ജയിലിൽ വെച്ച് നൽകിയ ഉറപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ ഒഴിവ് കഴിവ് പറയും. 2014 ഫെബ്രുവരി 20 ശേഷം നടത്തുന്ന, അതായത് സരിത പണം നൽകാം എന്ന് പറഞ്ഞ് പണം നൽകിയിട്ടില്ല എന്നാണ് സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ പറയുന്നത്. കൃത്യമായി തന്നെ വളരെ നിർണായകമായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജയിലിൽ വെച്ച് നൽകിയ ഉറപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ ഒഴിവ് കഴിവ് പറയുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് സരിത പറയാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. PCR നിന്ന് ഷാജഹാനെ വിളിക്കുക. ഷാജഹാൻ ചില രേഖകൾ നമുക്ക് അയച്ചു തരുന്നുണ്ട്. എന്താണെന്നത് വിശദാംശങ്ങൾ തേടുക. തീർച്ചയായും എന്തായാലും സരിതയുടെ വാക്കുകൾ കാതോർത്ത് കേരളം ഈ ദിനവും കൂടി സോളാർ കമ്മീഷൻ എന്നുള്ള കേന്ദ്രത്തിലേക്ക് കാര്യങ്ങൾ ശ്രമിക്കുന്നു. പീപ്പിൾ TVയിലൂടെ ഏറ്റവും പുതിയ വിവരങ്ങൾ സരിത മുന്നോട്ട് വയ്ക്കുമ്പോൾ സോളാർ കേസ് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഗുരുതരമായി ആരോപിക്കപ്പെട്ട കേസിനെ ചാരം മൂടാൻ തരത്തിലേക്ക് എത്തിക്കപ്പെട്ട സാഹചര്യം, ഒപ്പം തന്നെ ഈ പറയുന്ന ലൈംഗിക ആരോപണം മറ്റൊരു ദിശയിൽ, അതിനെ ഇന്ന് ഒരുപക്ഷെ സരിത മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചാണ്. കൂടുതൽ വിശദാംശങ്ങൾ ആണ് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് തത്സമയം ഞങ്ങളിലേക്ക് രേഖപ്പെടുത്തുകയും അതിലൂടെ രാജീവിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണുന്നത് അതിൻ്റെ തുടർ രാഷ്ട്രീയ ചലനങ്ങൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ ചലനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരത്ത് ഇടതുപക്ഷ പ്രവർത്തകർ മാർച്ച് നടത്തുന്നു. DYFI യുവജന സംഘടനകൾ മാർച്ച് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തുന്നു. ഷാജഹാൻ ഒരുപക്ഷെ വീണ്ടും ചേരുന്നു കോടതിയിൽ നിന്നും. ഷാജി, നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ വ്യക്തമായി സരിത ഡീലിംഗ് സംബന്ധിച്ച് മുന്നോട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി വിശ്വസ്തർ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു സരിതയുടെ മൊഴിയെക്കുറിച്ച്. അവരുടെ വാക്ക് വിശ്വസിച്ചെടുത്ത നിലപാടിൽ മാറി മാറി സംസാരിക്കാൻ പറ്റാത്തതിനാൽ കഴിഞ്ഞ 2 വർഷം ഒരു മാധ്യമത്തിന് മുമ്പിലും കോടതിയുടെ മുമ്പിലോ സത്യം വെളിപ്പെടുത്താൻ ഞാൻ ഉപയോഗിച്ചില്ല. എന്തുകൊണ്ടാണ് സരിത ഈ 2 വർഷം മിണ്ടാതിരുന്നത് എന്ന UDFന്റെ ചോദ്യത്തിന് സരിത സോളാർ കമ്മീഷനിൽ ഒരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും നിരന്തരമായി തന്നോട് സംസാരിക്കുകയും ഓരോ ഇഷ്യൂ വരുമ്പോഴും എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കുകയും അതിൻ പ്രകാരം അവരുടെ വാക്ക് വിശ്വസിച്ചെടുത്ത നിലപാടിൽ മാറി മാറി സംസാരിക്കാൻ പറ്റാത്തതിനാൽ കഴിഞ്ഞ 2 വർഷം ഒരു മാധ്യമത്തിൻ്റെ മുൻപിലോ കോടതിയുടെ മുമ്പിലോ സത്യം വെളിപ്പെടുത്താൻ തനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് സരിത എസ് നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രജീഷ്, എന്തായാലും അവിടെയാണ് ആ 2 വർഷക്കാലം വ്യക്തമായ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ സരിതയെ സംരക്ഷിച്ചിരുന്നു ഗ്രൂപ്പുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ എന്നത് വ്യക്തമാവുകയാണ്. അതാണ് ഒരു പക്ഷേ സരിത കൂടുതൽ വ്യക്തമാകുന്നത്. രാജീവ്, കൃത്യമായും ഇത് വെളിപ്പെടുത്തിയിരുന്ന ഒരു കമ്മീഷൻ എന്നത് സത്യം പറയാനുള്ള അവസരമായി കാണുന്നു. സരിത എസ് നായർ ഒരു പക്ഷേ വെയിറ്റ് ചെയ്തത് ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നിരിക്കണം എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സരിതയുടെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ കമ്മീഷൻ എന്നത് സത്യം പറയാനുള്ള അവസരമായി കാണുന്നു എന്നാണ് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് സരിത. അവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് സരിത കമ്മീഷന് മുമ്പാകെ. സരിതയുടെ മൊഴിയെടുപ്പിൻ്റെ തത്സമയ വിവരങ്ങളാണ് പീപ്പിൾ TV മിനിറ്റ് ബൈ മിനിറ്റ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വാക്ക് സരിത പറയുമ്പോഴും നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സരിതയുടെ വാക്കുകളിലെ ന്യായാന്യായങ്ങൾ പരിശോധിക്കേണ്ടത് ഇനി ജനങ്ങളാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം വരാനിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ നൽകുന്നത് തത്സമയം നൽകുന്നത് സരിത എന്താണ് സോളാർ കമ്മീഷൻ മുമ്പാകെ പറയുന്നത് എന്നാണ്. കൃത്യമായി തന്നെ ആ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബിജു രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പറഞ്ഞിരുന്നത് പേഴ്സണൽ കാര്യങ്ങൾ മാത്രമല്ല എന്ന് പറയുന്നതും അവിടെ തൊട്ട് ഇങ്ങോട്ട് നിരവധി അട്ടിമറികളുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോയി ശരിയാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള പല ആരോപണങ്ങളും താൻ നിഷേധിച്ചിരുന്നു. ശരിയാണ് എന്ന ഉത്തമ ബോധ്യമുള്ള പല ആരോപണങ്ങളും താൻ നിഷേധിച്ചു. സരിത പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്. ഈ മൊഴി കൊടുക്കുമ്പോൾ സരിത കമ്മീഷന് മുമ്പാകെ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ വിവരമാണ് പ്രേക്ഷകർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ആരോപണങ്ങളും ശരിയെന്ന് തോന്നുന്ന പല ആരോപണങ്ങളും താൻ നിഷേധിച്ചു. ഒരുപക്ഷെ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു സോളാർ കമ്മീഷന് മുൻപാകെ. അവസാന വാക്ക്, അവസാനമായി സത്യം പറയാനുള്ള ഒരു വേദിയായി സരിത കണ്ടുകൊണ്ട് കഴിഞ്ഞ 2 വർഷം താൻ എന്തുകൊണ്ട് മൗനം പാലിച്ചു, ശരിയെന്ന് തോന്നിയ പല കാര്യങ്ങളും പല സത്യങ്ങളും നിഷേധിച്ചു എന്നതിനൊക്കെയുള്ള കാര്യങ്ങൾ സോളാർ കമ്മീഷനിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് സരിത പൊട്ടിക്കരയുന്നു. ഒരുപക്ഷെ ഓരോ ചലനങ്ങളും അറിയിക്കേണ്ട ബാധ്യസ്ഥത കൂടി ഉള്ളതുകൊണ്ട് കോടതിയിൽ നിന്നുള്ള ഓരോ നിമിഷങ്ങൾ ശരീരചേഷ്ടകൾ പോലും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. സരിത കോടതിയിൽ പൊട്ടിക്കരയുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് നൽകാനുള്ളത്. രാജീവ്, പുതുതായി ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ അപ്ഡേറ്റ് വരാനത് സരിതയ്ക്ക് സംസാരിക്കാനാകുന്നുണ്ടാകില്ല ഒരുപക്ഷെ. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ അപ്ഡേറ്റ് വരാതിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സരിത കരയുന്നു എന്നതിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ.
വളരെ കൃത്യമായി തന്നെ കൃത്യമായി യുക്തിസഹമായ കാര്യങ്ങൾ കമ്മീഷന് മുമ്പാകെ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യത. രാജീവ് വളരെ സുപ്രധാനമായ ഒരു കോടതിയിൽ നിന്നുള്ള കാര്യം കൂടി വന്നിരിക്കുന്നു. തൃശൂർ വിജിലൻസ് ആര്യാടനെയും എഫ്ഐആർ ഒരുപക്ഷെ പ്രേക്ഷകർ ഇന്ന് ഈ ദിനം കാതോർക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ്. ആര്യാടൻ മുഹമ്മദിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എഫ്ഐആർ ഇട്ട് കേസെടുക്കാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വളരെ സമാനമായ സാഹചര്യം. ഒരുപക്ഷെ രാഷ്ട്രീയ ചലനത്തിൽ മുഖ്യമന്ത്രി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ അടക്കം ഒരുപക്ഷെ കെ ബാബുവിന്റെ കാര്യത്തിൽ കേരളം കണ്ട വളരെ നൈതികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിലേക്ക് കേസെടുക്കാൻ ഉത്തരവ് വന്നിരിക്കുന്നു. തൃശൂർ വിജിലൻസ് കോടതിയുടെ രാഷ്ട്രീയ കേരളം കാതോർക്കുന്ന നിമിഷങ്ങളിൽ ഓരോ ചലനങ്ങളും മറു രീതിയിലേക്ക് മാറുന്നു. വലിയ തോതിലുള്ള ഇമ്പാക്ട് ചലനങ്ങൾ കോടതിയിൽ നിന്ന് കൂടി വരുന്നു. സോളാർ കേസിൽ ഇന്നിപ്പോൾ കമ്മീഷന് മുൻപാകെ വാദങ്ങൾ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് നിയമതലത്തിൽ നിന്ന് കൂടി വലിയ തോതിലുള്ള ഒരു പ്രതിരോധം മുഖ്യമന്ത്രിക്ക് നേരെ. വളരെ നിർണായകമാണ്. ബാബുവിന്റെ ധാർമ്മികത മുഖ്യമന്ത്രി കാണിക്കുമോ? വളരെ ബാബുവിന്റെ കേസിൽ നൈതികതയുടെ ഏത് രീതിയായിരിക്കും ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സ്വീകരിക്കുക? രാജീവ്, അതിലേക്ക് ഒരു വിശകലനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും കോടതിയിൽ നിന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്കിൽ കൂടിയും സാഹചര്യങ്ങളെ അനുമാനിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇതിൽ ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നു. ധാർമ്മികത പ്രതീക്ഷിക്കേണ്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ഗവർണർ ഇതിൽ ഇടപെട്ടിട്ട് ഈ മന്ത്രിസഭയെ പിരിച്ചുവിട്ടി കേരളത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. വളരെ സഹതാപം തോന്നുകയാണ് നിങ്ങൾ. ഒരു സരിത വരുടെ വാക്കുകൾ കേട്ടിട്ട് ഞാൻ വരാം, അതിലേക്ക് വരാം. സരിതയുടെ വാക്ക് കേട്ടിട്ട് ഗവർണറോട് മന്ത്രിസഭ പിരിച്ചുവിടാൻ പറയുന്നത് നിങ്ങളുടെ ധാർമ്മികമായ വീഴ്ചയെ കുറിച്ച് വിജിലൻസ് കോടതി എന്തിനാണ് എല്ലാവരും തൃശൂർ വിജിലൻസിലേക്ക് പോകുന്നത്? അതിലേക്കാണല്ലോ ബാബുവിന്റെ കാര്യം പോയത്. അതിന്റെ അതേ സാഹചര്യമാണല്ലോ ശ്രീ വിൻസെന്റ്. തൃശൂർ വിജിലൻസിന് എന്താ പ്രത്യേകത? ഈ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ തൃശൂർ വിജിലൻസിലേക്ക് കോടതിയുടെ മറ്റൊരു പരാമർശം കൂടി വന്നിരിക്കുന്നു. വിൻസെന്റ് പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്താം. മറ്റൊരു പരാമർശം കൂടി കോടതിയുടെ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കോടതിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം. രാജീവ്, കാര്യങ്ങളെ തൃശൂർ വിജിലൻസ് എന്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ജഡ്ജ്മെന്റ് എഴുതുന്നില്ല? തീർച്ചയായും ഇതിപ്പോ ജഡ്ജ്മെന്റ് ആയിട്ടുണ്ട്. ഇത് എഫ്ഐആർ എടുക്കണമെന്നുള്ള ജഡ്ജ്മെന്റ് ആണ്. ഇത് വിധിയാണ്. ഇതിപ്പോ കോടതിയെ പോലെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കോടതിയെ രാജുവിന്റെ വിധി വലിയ പരമാവധി വളരെ ഭേദപുസ്തകം പറഞ്ഞുകൊണ്ട് നടന്നതല്ലേ? തൃശൂർ വിജിലൻസ് കോടതി ഞാൻ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് എല്ലാവരും തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് പോകും? ഭരണഘടനാ ഉത്തരവാദിത്തമുള്ള ഒരു കോടതിയിലേക്ക് കൂടി അതിന്റെ സാങ്കേതികത്വം പറഞ്ഞാൽ വാദങ്ങൾക്ക് വേണ്ടി അത്തരത്തിൽ വ്യാഖ്യാനിക്കരുത്. രാജീവ് ഏറ്റവും പുതിയ ഉത്തരവ് കോടതിയിൽ നിന്ന് വരുമ്പോൾ രണ്ട് സാഹചര്യങ്ങളെയും ചേർത്ത് വായിച്ചാൽ സരിതയുടെ കോടതിയിൽ നിന്നുള്ള എന്തെങ്കിലും അംശങ്ങൾ മൊഴിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഒപ്പം കോടതി വിധിയെ പൂർണ്ണമായി ഒരുപക്ഷെ നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇതിലെ ഏറ്റവും ശക്തമായ കാര്യം പീപ്പിളിന്റെ ബിഗ് ഇമ്പാക്ട് ആണ്. സോളാർ കേസ് പീപ്പിൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അന്ന് ജോപ്പനിൽ തുടങ്ങിയത് ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും എഫ്ഐആർ ഇട്ട് കേസെടുക്കാൻ ഇപ്പോൾ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനി എല്ലാ കണ്ണുകളും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിലായിരിക്കും. സരിതാ നായരുടെ ഈ മൊഴി കൊടുക്കുന്നത് തുടരുകയാണ്. സാധാരണ സ്ത്രീ എന്ന നിലയിൽ തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ അടക്കമുള്ളവരോട് വ്യക്തിപരമായി പരാതിപ്പെട്ടു. അപ്പോഴേക്കും ഇത് പൊളിറ്റിക്സ് അല്ലേ എന്ന് അത് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു. ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾ അസഭ്യം പറഞ്ഞു. അതെല്ലാം ഞാൻ സഹിച്ചു. എല്ലാ കള്ളന്മാരും എല്ലാ കാലവും അങ്ങനെ തുടരാൻ ആഗ്രഹിക്കുന്നവരല്ല. ഒരു ബോണഫൈഡ് ഇന്റൻഷന്റെ പുറത്ത് ആണ് കമ്പനി തുടങ്ങിയത്. തനിക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഒരു പക്ഷേ എന്തായാലും കോടതിയുടെ പരാമർശം, വിജിലൻസ് കോടതിയിൽ നിന്നുള്ള പരാമർശമാണ് ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത്. അതിലേക്ക് ഇന്ന് ശ്രദ്ധ ഊന്നേണ്ട ഒരു സാഹചര്യം ഒരുപക്ഷെ രാജീവ് വളരെ പ്രസക്തമായി വരുന്നത് തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവാണ്. പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന വലിയ തട്ടിപ്പിന്റെ തട്ടിപ്പ് അതിന്റെ നിയമതലത്തിൽ സോളാർ കമ്മീഷനിലേക്ക് അടക്കം പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തൃശൂർ കോടതിയുടെ കൂടി ഇടപെടൽ വന്നിരിക്കുന്നു. കോടതിയുടെ ഉത്തരവ് വളരെ കൃത്യമായ പരാമർശമല്ല, ഉത്തരവാണ്. വളരെ കൃത്യമായ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നു. പിന്നെ അതായത് അസാധാരണ
സംഭവ വികാസങ്ങളിൽ അസാധാരണമായ വിധി വേണ്ടിവരും എന്നാണ് തൃശ്ശൂർ വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ വേണം. അസാധാരണ സംഭവ വികാസങ്ങളിൽ, അസാധാരണ കേസുകളിൽ അസാധാരണമായ വിധി വരും എന്നാണ് തൃശ്ശൂർ വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരുമായി ഇപ്പോൾ വീണ്ടും സോളാർ കമ്മീഷനിലെ സരിതയുടെ വിസ്താരത്തിലേക്ക് വരുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയും അന്ന് കമ്പനിക്കുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി തന്നെ പറയുകയാണ്. അതിലേക്ക് പോവുകയാണ് പ്രജീഷ്. കോടതിയിൽ നിന്നുള്ള പരാമർശം കൂടി കൂടുതൽ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും കോടതിയിൽ നീതി നടപ്പാക്കുക, അത് തന്നെയാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതലായി വരുന്നത്. ഇതിൻ്റെ ഈ സുപ്രധാന നിമിഷത്തിലെ ഏറ്റവും വലിയ വാർത്ത, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. കെ രാജേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജേന്ദ്രൻ, എന്തായിരിക്കും അതിൻ്റെ കോടതി വിധിയുടെ പൂർണ്ണ രൂപം? ഇവിടെ വിൻസെന്റ് അടക്കം പറഞ്ഞതുപോലെ പരാമർശം മാത്രമാണോ അതോ ജഡ്ജിമെന്റ് എന്ന രീതിയിലാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇതൊരു കോടതിയുടെ ഉത്തരവാണ്, തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവാണ്. ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവിന് ആധികാരികമായത് ഒരു പൊതുപ്രവർത്തകൻ സമർപ്പിച്ച ഒരു ഹർജിയാണ്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയായിരുന്നു. ഇതിനാസ്പദമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സോളാർ കമ്മീഷൻ മുമ്പാകെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരായി സരിത നടത്തിയ നിർണായകമായ വെളിപ്പെടുത്തലുകൾ, നിർണായകമായ മൊഴികൾ. രണ്ട്, ഇതേ കാര്യം സരിത സോളാർ കമ്മീഷന് മാത്രമല്ല, കമ്മീഷനിലെ ഇന്നലത്തെ മൊഴി നൽകൽ കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്നിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിരുന്നു. ഇത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ ആര്യാടൻ മുഹമ്മദിനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പൊതുപ്രവർത്തകൻ കോടതിയെ സമീപിച്ചത്. കോടതി ഈ വസ്തുത വിശദമായ രീതിയിൽ കേട്ടതിന് ശേഷം ഇരുവർക്കുമെതിരായി FIR ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. വളരെ നിർണായകമായ ചില പരാമർശങ്ങളും കോടതി നടത്തുകയുണ്ടായി. കോടതി പറഞ്ഞത്, എത്ര ഉന്നതനായാലും ശരി, പ്രധാനമന്ത്രി ആയാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, ഇവരെല്ലാം നിയമ സംവിധാനത്തിന് അകത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നടപടിയെടുക്കണം. മാത്രമല്ല, ഇതൊരു അസാധാരണമായ സാഹചര്യമാണ് എന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ എന്താണോ ബാബുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്, ബാബുവിൻ്റെ കാര്യത്തിലും മന്ത്രി ബാബുവിൻ്റെ കാര്യത്തിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കോടതി FIR ഇടാൻ നിർദ്ദേശിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വിദ്യുച്ഛക്തി മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ FIR ഇടാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിന്റെ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇതെന്ന് പറയാം. ഇതിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുമോ ഇല്ലേ എന്നാണ് നമുക്കിനി അറിയാനുള്ളത്. എന്തായാലും അങ്ങനെയുള്ള ചലനങ്ങൾ രാജേന്ദ്രൻ അതിന്റെ നിയമതലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം കോടതിയുടെ വിധികളെ പോലും വിമർശന വിധേയമാക്കുന്ന ഒരു സാഹചര്യം. കാരണം തൃശ്ശൂർ വിജിലൻസ് കോടതി ഹൈക്കോടതി ബാർ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കിരിക്കെ അതിന്റെ നിയമതലത്തിലുള്ള ഇടപെടലിന് കോടതിക്ക് കഴിയില്ല. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ എന്ത് ന്യായം? ഒരു പക്ഷേ വിൻസെന്റ് കോൺഗ്രസിന്റെ KPCC സെക്രട്ടറിയാണ്. വിധി വന്ന ഉടൻ അദ്ദേഹം പ്രകടിപ്പിച്ച കാര്യം പരാമർശമാണ്, ജഡ്ജിമെന്റ് അല്ല. അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻ സർക്കാരുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടില്ല. ഇത് കുറെ കൂടി കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ തമ്പാനൂർ രവി, ബെന്നി ബഹനൻ അടക്കമുള്ളവരോട് വ്യക്തിപരമായി പരാതിപ്പെട്ടു. അപ്പോഴേക്കും അത് പൊളിറ്റിക്സ് അല്ലേ എന്ന് അത് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു. ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾ അസഭ്യം പറഞ്ഞു. അതെല്ലാം താൻ സഹിച്ചു. എല്ലാ കള്ളന്മാരും എല്ലാ കാലവും അങ്ങനെ തുടരാൻ ആഗ്രഹിക്കുന്നവരല്ല. ദുരുദ്ദേശത്തോടെയല്ല താൻ കമ്പനി തുടങ്ങിയത്, സദുദ്ദേശപരമായിട്ടാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയും അന്ന് കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻ സർക്കാരുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടില്ല. 2005 മുതലുള്ള കാര്യങ്ങളാണ് സോളാർ കമ്മീഷൻ അന്വേഷിക്കുന്നത് എന്നാണ് സോളാർ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പറയുന്നത്. എന്നാൽ മുൻ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യമില്ല. ഇതിനു മുമ്പ് വിസ തരാത്തതിന് വിളിച്ചപ്പോൾ സത്യവിരുദ്ധമായ കാര്യങ്ങൾ വിസ്താരത്തിന് വിളിച്ചപ്പോൾ, ഇതിനു മുമ്പ് വിസ്താരത്തിന് വിളിച്ചപ്പോൾ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയേണ്ടി വരുമെന്നതിനാലാണ് വിട്ടുനിന്നത്. അതായത് കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദം അപ്പോഴുണ്ടായിരുന്നു, പൈസ തരാമെന്ന വാഗ്ദാനം അപ്പോഴുണ്ടായിരുന്നു എന്നാണ് സരിത പറയുന്നത്. 2013 ജൂൺ മുതൽ 2016 ജനുവരി വരെ സത്യം പറയാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇടപെടലുകളെ തുടർന്നാണ് അതിൽ നിന്നും പിന്മാറിയത്. ഇടപെടലുകളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ വളരെ നിർണായകമായ ഒരു പക്ഷേ സരിത പറയുന്ന കാര്യം, ഇടപെടലുകളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയോട് രാത്രിയിൽ ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ തുറന്നു പറഞ്ഞ കാര്യം സരിത ഇന്നും കമ്മീഷന്റെ മുൻപാകെ അടിവരയിടുന്നു. ഒപ്പം തന്നെ രാജേന്ദ്രൻ, അസാധാരണമായ കേസുകളിൽ, സംഭവവികാസങ്ങളിൽ അസാധാരണമായ വിധി വരേണ്ടി വരുമെന്നൊരു പരാമർശത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അത് വളരെ വ്യക്തമാണ്. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങളും മറ്റുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോഴത്തെ സംഭവവികാസത്തെ വ്യത്യസ്തമാക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്നാമതെന്ന് പറഞ്ഞാൽ, ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, അവർ നിയോഗിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷൻ, ആ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഒരു പരാമർശം ഉണ്ടാകുന്നു. നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക്, മുഖ്യമന്ത്രിക്ക് ജുഡീഷ്യൽ കമ്മീഷന്റെ പരിധിയിലല്ല, ജുഡീഷ്യൽ കമ്മീഷൻ അതിനുമേൽ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാമായിരുന്നു.
പക്ഷേ ഇവിടെ അതുകൊണ്ട് തീരുന്നില്ല. ഇവിടെ ഇതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കമ്മീഷൻ മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ സരിത എസ് നായർ പുറത്തു വന്ന് മാധ്യമങ്ങളോട് അത് കൂടുതൽ വിശദീകരിക്കുന്നു. അവിടെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് ഏറ്റവും പ്രധാനം. മൂന്നാമത്, ഈ രണ്ടിലും നിൽക്കുന്നില്ല, സരിത എസ് നായർ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്നത്, അത് ശരിവെക്കുന്ന രീതിയിലുള്ള നിരവധി അനുബന്ധമായ തെളിവുകൾ മറ്റുമുണ്ടാകുന്നു, നിരവധി മൊഴികൾ ഉണ്ടാകുന്നു. ഇത് മൂന്നും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നേരത്തെ കോടതി പറഞ്ഞതുപോലെ, വിജിലൻസ് കോടതി പറഞ്ഞതുപോലെ അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജിലൻസ് കോടതികൾ കൈക്കൊള്ളുന്ന ഈ നടപടികൾ വളരെ ഈ ചെറിയ കാര്യങ്ങൾ എഴുതി കൊടുത്തുള്ള ഈ പരാതികൾക്ക് മേൽ പോലും വിജിലൻസ് അന്വേഷണങ്ങൾക്ക് ഉത്തരവിടാറുണ്ട്. അപ്പോൾ ഇവിടെ അതല്ല, ഇതൊരു മുഖ്യമന്ത്രിക്കെതിരെ വളരെ നിർണായകമായ തെളിവുകൾ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ FIR ഇടാൻ നിർദ്ദേശം നൽകുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല. അസാധാരണമായ സാഹചര്യം. അതുപോലെ കോടതി മുന്നോട്ട് വെച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, ഒന്ന്. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം, പ്രധാനമന്ത്രി ആയാലും ശരി മുഖ്യമന്ത്രി ആയാലും ശരി അവരെല്ലാം തന്നെ നിയമവ്യവസ്ഥിതിക്ക് അകത്തുള്ളവരാണ്. അപ്പോൾ ഒന്ന്, ഒരു ഉത്തരവ് വരുന്നു. രണ്ട്, വളരെ മന്ത്രി കെ ബാബുവിനെതിരെ കോടതി നടത്തിയ പരാമർശങ്ങളെക്കാൾ എത്രയോ ഗൗരവമുള്ളതാണ് ഈ ഇന്ന് നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നാണ് വളരെ നൈതികമായ ധാർമ്മികമായ ഒരു വിഷയം തന്നെ രാജേന്ദ്രൻ ഒന്നുകൂടി ആഡ് ചെയ്യാം. നമുക്ക് ഈ സരിതയുടെ മൊഴിയെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് ഇന്ന് ഉച്ചയൂണ് വിരിയുന്നതിന് മുമ്പ് 2013 ജൂൺ മുതൽ 2016 ജനുവരി വരെ സത്യം പറയാൻ അവസരങ്ങളുണ്ടായിരുന്നു. ഇടപെടലുകളെ തുടർന്നാണ് അതിൽ നിന്ന് പിന്മാറിയത്. ഇടപെടലുകളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് സരിത നിർത്തിയിരിക്കുകയാണ്. ഇടവേളയാണ്. 2 മണിക്ക് വീണ്ടും തുടരും. യെസ്, ആ 2 മണിക്ക് വരെ ഒരു ഇടവേള നൽകുമ്പോൾ വളരെ സുപ്രധാനമായ രാജീവിലേക്ക് മടങ്ങിയെത്താം. രാജേന്ദ്രനിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ KPCCയുടെ സെക്രട്ടറി നമ്മോടൊപ്പമുണ്ട്, BJPയുടെ വക്താവുണ്ട്, മറ്റ് CPM നേതാക്കൾ, മാർച്ചിനൊപ്പം പങ്കെടുക്കുന്ന നേതാക്കന്മാർ കൂടി തത്സമയമോ ടെലിഫോണിലോ നമ്മോടൊപ്പം ഈ ഇടവേളയിൽ ചേരുന്നതാണ്. മാത്രവുമല്ല, നിയമ വിദഗ്ധരെ കൂടി ഈ വേളയിൽ വിളിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. രാജേന്ദ്രനിലേക്ക് പോകുന്നു. രാജേന്ദ്രൻ, എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പിന്റെ ആ മൊത്തത്തിലുള്ള അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സോളാർ കമ്മീഷൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ തെളിവെടുപ്പും അല്ലെങ്കിൽ അതിന്റെ വിസ്താരമൊക്കെ പുരോഗമിക്കുന്ന ഒരു ഘട്ടം. ആ രീതിയിൽ അത് ഒരു രീതിയിൽ ഇന്നിപ്പോൾ വിജിലൻസ് കോടതിയിലേക്കാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സ്വകാര്യ ഹർജി എത്തുന്നത്. അവിടെ എന്തായാലും പ്രഥമ ദൃഷ്ടിയ ഒരു കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഒരു കേസെടുത്ത് FIR ഇട്ട് അന്വേഷണം വേണമെന്ന്. ഇത്രയും കാലത്ത് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തിലൊന്നും വിജിലൻസിന് ബോധ്യപ്പെടാത്ത ഒരു കാര്യം കോടതിയിലേക്ക് ബോധ്യപ്പെടുമ്പോൾ എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടി വരും? വിജിലൻസ് കോടതി എന്തൊക്കെ കാര്യങ്ങൾ പിഴവ് പറ്റിയിട്ടുണ്ടോ, പിഴവടക്കം സൂചിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ നിർണായക കാര്യങ്ങൾ അടിവരയിടുന്നു? ഇത് വിജിലൻസ് കോടതിയുടെ മുമ്പാകെ നമുക്കെല്ലാവർക്കും അറിയാം, നൽകിയ ഒരു വ്യക്തി നൽകിയ ഒരു പരാതി മാത്രമല്ല ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന സരിത കോടതിയുടെ മുമ്പാകെ നടത്തിയ വെളിപ്പെടുത്തലുകൾ, അവിടെ നൽകിയ കമ്മീഷന് മുമ്പാകെ നടത്തിയ നിർണായകമായ വെളിപ്പെടുത്തലുകൾ, അവിടെ നൽകിയ മൊഴികൾ, ഇതിൻ്റെ പ്രതികരണങ്ങൾ, ഇതെല്ലാം തന്നെ നീതിന്യായ സംവിധാനങ്ങളുടെ എല്ലാ കോടതികളുടെയും എല്ലാം തന്നെ അവരെല്ലാം ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ നിയമപരമായി നോക്കുകയാണെങ്കിൽ ഏത് കേസായാലും അതിനകത്ത് 2 രീതിയിലുള്ള തെളിവുകൾ വരും. ഒന്ന്, അവിടെ നൽകുന്ന മൊഴികളും അവിടെ നൽകുന്ന തെളിവുകളും. രണ്ടാമതായി ഇതിൻ്റെ അനുബന്ധമായി കൊറോബറേറ്റീവ് എവിഡൻസ് എന്ന് പറയും, ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള മറ്റ് തെളിവുകൾ. ഈ കേസിൻ്റെ പ്രത്യേകത, സോളാർ കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സരിതയുടെ കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പോട് കൂടി ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള സെക്കൻഡറി എവിഡൻസുകൾ വളരെ ശക്തമായ രീതിയിലുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഒരുപക്ഷെ സരിത ഇനി വെളിപ്പെടുത്താൻ പോകുന്നത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളാണ്. അതെല്ലാം ഇതിനകം തന്നെ ഇപ്പോൾ പുറത്തെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി ദില്ലിയിലേക്ക് പോയ സമയത്ത് സരിത ദില്ലിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതുപോലെ സരിത പറയുന്ന ഈ സരിത മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയുന്ന അത്രയും തുക എവിടെ നിന്ന് ലഭിച്ചു, സ്വാഭാവികമായും സരിതയുടെ കയ്യിൽ അതിൻ്റെ തെളിവുകളുണ്ടാവും. ഇത്തരത്തിലുള്ള അനുബന്ധ തെളിവുകൾ വളരെ ശക്തമാണ്. ഈ കേസിനെ മറ്റ് കേസുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് അനുബന്ധമായ തെളിവുകൾ വളരെ ശക്തമാണ്. പീപ്പിൾ TV ഏറ്റവും ആദ്യം ഈ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ റിപ്പോർട്ട് നൽകിയ ആ ഘട്ടത്തിൽ തന്നെ ടെലിഫോൺ കോളുകളുമായി ബന്ധപ്പെട്ട് സരിതയും ജോപ്പറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങളുടെ ദീർഘമായ ഒരു പട്ടിക തന്നെ പുറത്തിറക്കിയിരുന്നു.
അത് വളരെ നിർണായകമായ തെളിവാണ്. ഇത്തരത്തിൽ ടെലിഫോൺ സംഭാഷണങ്ങളിലെ തെളിവുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമ്പാനൂർ രവി, ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി അറിയപ്പെടുന്ന തമ്പാനൂർ രവി, അദ്ദേഹം സരിതയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ അതിന്റെ രേഖകൾ, ഇതെല്ലാം വളരെ ശക്തമായ തെളിവുകൾ ഉണ്ടാക്കുന്ന ഒരു കേസാക്കി ഇതിനെ മാറ്റുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിജിലൻസ് കോടതി ഒരു അസാധാരണമായ കേസ് എന്ന് പറയുന്നത്.